നമസ്കാരം. മറുനാടിനെ ഫോളോ ചെയ്യുന്ന വിദേശ വാർത്തകളിൽ താല്പര്യമുള്ളവർക്കൊക്കെ അറിയാം, ബ്രിട്ടനിലെ മലയാളികളടക്കമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ നേരിടുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് കഴിഞ്ഞ കുറേ കാലമായി ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ബ്രിട്ടനിൽ നിലവിലുള്ള നിയമമനുസരിച്ച് നിയമപരമായി അവിടെ എത്തി ജോലി ചെയ്യുന്ന ഒരാൾക്ക്, സ്റ്റുഡൻറ് വിസക്കാരല്ല, ഏതെങ്കിലും വർക്ക് വിസയിൽ അവിടെ എത്തി പണിയെടുക്കുന്ന ഒരാൾക്ക് 5 വർഷം പൂർത്തിയാക്കിയാൽ പെർമനൻ്റ് റെസിഡൻസി കിട്ടും. അത് കഴിഞ്ഞ് 1 വർഷം കൂടി താമസിച്ചാൽ വേണമെങ്കിൽ ബ്രിട്ടീഷ് പൗരത്വം എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. പെർമനൻ്റ് റെസിഡൻസി ഉണ്ടെങ്കിലും വോട്ടവകാശമടക്കം സർക്കാർ ബെനിഫിറ്റുകൾ അടക്കമുള്ളവ ലഭിക്കുമെന്നതാണ് സത്യം. അതുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ ഇപ്പോഴും പെർമനൻ്റ് റെസിഡൻസിൽ തന്നെയാണ് ബ്രിട്ടനിൽ കഴിയുന്നത്. അവർ ബ്രിട്ടീഷ് പൗരത്വം എടുക്കാതെ മറ്റ് രാജ്യങ്ങളുടെ പൗരത്വം നിലനിർത്തുന്നു. എന്നാൽ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു കുടിയേറ്റ വിരുദ്ധ വികാരവും വലതുവംശീയ രാഷ്ട്രീയവും രൂപപ്പെട്ടതിൻ്റെ ഭാഗമായി ബ്രിട്ടനിലും ആ കൊടുങ്കാറ്റ് വീശുകയും നൈജൽ ഫരാജിൻ്റെ നേതൃത്വത്തിൽ റിഫോം UK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുകയും അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മിക്ക സീറ്റുകളും പിടിച്ചെടുക്കുകയും ചെയ്തതോടെ പരമ്പരാഗത ലേബർ ടോറി പാർട്ടികൾ കുടിയേറ്റ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചു. അങ്ങനെ ഇപ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്ന കീർ സ്റ്റാർമർ പ്രധാനമന്ത്രിയായ ലേബർ പാർട്ടി PR എന്ന സംവിധാനത്തിൻ്റെ 5 വർഷ കാലാവധിയിൽ അഴിച്ചുപണി നടത്താൻ തീരുമാനിച്ചു. 5 വർഷത്തിന് പകരം പലരും 10 വർഷവും 15 വർഷവുമാക്കി മാറ്റുന്ന പല നിബന്ധനകളുണ്ട്. ഇതോടുകൂടി പെട്ടുപോയത് ആയിരക്കണക്കിന് മലയാളികളടക്കം ഏതാണ്ട് 2 മില്യണോളം 20 ലക്ഷത്തോളം ആളുകളാണ്. കോവിഡിന് ശേഷം ആളെ കിട്ടാതെ വന്നപ്പോൾ എല്ലാ വാതിലുകളും തുറന്നിട്ട് ബ്രിട്ടൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകളെ സ്വീകരിച്ചിരുന്നു. സ്റ്റുഡൻറ് വിസയിൽ എത്തിയവരടക്കമുള്ളവർ അവിടെ വർക്ക് പെർമിറ്റിലേക്ക് സ്വിച്ച് ചെയ്തു. സ്റ്റുഡൻറ് വിസയിൽ പോലും പരിശോധനകളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നില്ല. കെയറർ വിസയിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തി. 2023 മാത്രം 1,20,000 പേരാണ് കെയറർ വിസയിലെത്തിയത്. അവരുടെ ആശ്രിത വിസക്കാരുടെ എണ്ണം കൂടി എടുക്കുമ്പോൾ ഏതാണ്ട് 3 ലക്ഷം പേർ. അങ്ങനെ ഈ കാലയളവിലെത്തിയ 5 വർഷം പൂർത്തിയാക്കിയവർക്കൊക്കെ ഈ വർഷം PR കൊടുക്കേണ്ടി വരും. വരും വർഷങ്ങളിലൊക്കെ ഈ PR കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും എന്നതുകൊണ്ട് PRൻ്റെ കാലാവധി മിനിമം 10 വർഷമാക്കി ഉയർത്തുകയും കെയറർമാരുടേത് അതിലധികമാക്കി ഉയർത്തുകയും ചെയ്തു സർക്കാർ. അങ്ങനെ ഒരു പരിഷ്കാരം പ്രഖ്യാപിച്ചതേ ഉള്ളൂ, നിയമം നടപ്പിലായിട്ടില്ല. ചൊവ്വാഴ്ച, അതായത് മറ്റന്നാൾ, ഈ നിയമം പാർലമെന്റിൽ എത്തുമെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ആ നിയമത്തിന് പകുതി മാത്രമേ, അതായത് അഭയാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള വിഷയങ്ങൾ മാത്രമേ പാർലമെന്റിൽ എത്തിക്കൂ. PRൻ്റെ കാലാവധി ദീർഘിപ്പിക്കുന്നതടക്കമുള്ളവ പുതിയ പ്രധാനമന്ത്രി ചുമതലയേറ്റതിന് ശേഷം തീരുമാനിക്കാൻ വേണ്ടി മാറ്റിവെച്ചെന്നാണ്. അപ്രതീക്ഷിതമായി 2 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് കീർ സ്റ്റാർമർക്ക് പ്രധാനമന്ത്രി പദവി രാജിവെക്കേണ്ടി വന്നു. പകരം പുതിയ പ്രധാനമന്ത്രിയെ ജൂലൈ ആദ്യവാരം അറിയാം. മാഞ്ചസ്റ്റർ മേയറായിരുന്ന ലിബറൽ ലെഫ്റ്റ് പൊളിറ്റീഷ്യനായ ആൻഡി ബേണമായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന് ഉറപ്പായിട്ടുണ്ട്. ലേബർ പാർട്ടിയിലെ ലെഫ്റ്റ് വിങ്ങിൻ്റെ പ്രതിനിധിയാണ് ആൻഡി ബേണം. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ റൈറ്റ് വിങ്ങിൻ്റെ പ്രതിനിധിയും. അതുകൊണ്ട് തന്നെ ബേണം അധികാരത്തിലെത്തുമ്പോൾ ഈ കുടിയേറ്റ പരിഷ്കാരം റദ്ദു ചെയ്യും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബേണം അടക്കമുള്ള നേതാക്കൾക്ക് കുടിയേറ്റക്കാരോട് കൂടുതൽ വാത്സല്യവും സ്നേഹവുമുണ്ട്. അതിന് സൂചനയാണ് ചൊവ്വാഴ്ച പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കാതെ ഈ ഭാഗം മാറ്റിവെക്കുന്നത്. ആൻഡി ബേണത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് മതി പുതിയ നിയമം കൊണ്ടുവരുന്നത് എന്ന് ലേബർ പാർട്ടിയിൽ സമവായം ഉണ്ടായിരിക്കുന്നു. അതേസമയം കെയറർമാരെ അവഗണിക്കുന്നതും നിലവിലുള്ള കെയറർമാർക്ക് വിസ നിഷേധിക്കുന്നതും ബ്രിട്ടീഷുകാർക്ക് ചേർന്നതല്ല, അത് പുതുക്കി പണിയണം എന്ന് പറഞ്ഞ ഇമിഗ്രേഷൻ്റെ ചുമതലയുള്ള മൈക്ക് ടാപ്പ് എന്ന് പറയുന്ന മന്ത്രിക്കെതിരെ നടപടിക്ക് ഇപ്പോഴത്തെ ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് ശ്രമിക്കുന്നതായി വാർത്തയുണ്ട്. തൻ്റെ പ്രപ്പോസലിന് എതിരായി, സർക്കാരിൻ്റെ പോളിസിക്കെതിരായി നിലപാടെടുക്കുകയും ലേഖനം എഴുതുകയും ചെയ്ത മൈക്ക് ടാപ്പിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഹോം സെക്രട്ടറി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. എന്നാൽ പ്രധാനമന്ത്രി അതിന് വിസമ്മതിച്ചു. എന്ന് വെച്ചാൽ കീർ സ്റ്റാർമറുടെ മനസ്സിൽ പോലും ഈ പരിഷ്കാരം ശരിയല്ല എന്ന തോന്നലുണ്ടെന്നർത്ഥം. അപ്പോൾ പിന്നെ ലേബർ പാർട്ടിയിലെ ലെഫ്റ്റ് വിങ്ങിൻ്റെ പ്രതിനിധിയായ ആൻഡി ബേണത്തിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? ആൻഡി ബേണം തൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് അഭയാർത്ഥികൾക്ക് പോലും വർക്ക് പെർമിറ്റ് കൊടുത്ത് ഇവിടെ ജോലി ചെയ്യാൻ അനുമതി കൊടുക്കുമെന്നാണ്. അഭയാർത്ഥികളായി എത്തുന്നവരെ കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ആൻഡി ബേണം പറഞ്ഞു. വാസ്തവത്തിൽ 2 കൊല്ലം തികയ്ക്കുന്നതിന് മുൻപ് കീർ സ്റ്റാർമർ രാജിവെച്ച് പുതിയ പ്രധാനമന്ത്രി ചുമതലയേൽക്കുന്നത് കുടിയേറ്റക്കാരായ മലയാളികളടക്കമുള്ളവർക്ക് വലിയ പ്രതീക്ഷ സമ്മാനിക്കുന്നു. ഈ നാളുകളിൽ പുതിയ നിയമം വരുമെന്നും അതിനുശേഷം 5 വർഷം കഴിഞ്ഞാലും PR കിട്ടാതെ നീട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും എന്നുമുള്ള ആശങ്കയിൽ ഉറക്കം നഷ്ടപ്പെട്ട കെയറർമാർ അടക്കമുള്ളവർക്ക് വലിയ പ്രതീക്ഷയാണ് ആൻഡി ബേണം നൽകുന്നത്. 2 കുട്ടികളുടെ ഒരു കുടുംബത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വിസ ഫീസും NHS സർചാർജും അടക്കം ഏതാണ്ട് 30-35 ലക്ഷം രൂപ മുടക്കാവും.
2.5 കൊല്ലത്തേക്ക്. 2.5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും പുതുക്കണം. അതുകൊണ്ട് തന്നെ PR കിട്ടുന്നത് നീണ്ടുപോയാൽ ഈ 30-35 ലക്ഷം രൂപ ഓരോ 2.5 കൊല്ലവും മുടക്കേണ്ട സാഹചര്യം പാവപ്പെട്ടവർക്കുണ്ടാവും. ഇത് അഫോർഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മിക്കവരും നാട് വിട്ടുപോകാൻ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ നിയമം തന്നെ ഇല്ലാതായേക്കും എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആൻഡി ബേണും ചുമതലയേറ്റാൽ PR പരിഷ്കാരം റദ്ദു ചെയ്തേക്കുമെന്നും അഥവാ അതുമായി മുമ്പോട്ട് പോയാലും നിലവിൽ UK എത്തിയിരിക്കുന്നവരെ ബാധിക്കാത്ത തരത്തിലായിരിക്കും നിയമപരിഷ്കാരം എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് കെയറർ വിസയാണെങ്കിലും മറ്റേതെങ്കിലും വിസയാണെങ്കിലും നിങ്ങൾക്ക് 5 വർഷം പൂർത്തിയാകുമ്പോൾ PR കിട്ടും, മറ്റ് നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ. എന്നാൽ നിയമം പാസ്സായതിനു ശേഷം ആരെങ്കിലും വന്നാൽ അവർക്ക് പുതിയ നിയമം ബാധകമാവുന്ന തരത്തിൽ അടിച്ചുപണിയും എന്ന് തന്നെയാണ് റിപ്പോർട്ട്. ആയിരക്കണക്കിന് മലയാളികളടക്കമുള്ളവർക്ക് ഏറ്റവും വലിയ ആശ്വാസ വാർത്തയാണ് PR കിട്ടിയേക്കും എന്ന ഈ സൂചന. ഇതിനെക്കുറിച്ച് വ്യക്തത വരണമെങ്കിൽ പുതിയ പ്രധാനമന്ത്രിയും പുതിയ ഹോം സെക്രട്ടറിയും ചുമതലയേൽക്കുകയും അവർ ഇതേക്കുറിച്ചുള്ള നിലപാട് വിശദീകരിക്കുകയും വേണം. അത്തരമൊരു ശുഭവാർത്തയ്ക്ക് വേണ്ടി മലയാളികൾക്കൊപ്പം നമുക്കും കാത്തിരിക്കാം.